നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂട്ടായ്മ. സ്ത്രീ മൂലം ഹി ധർമ്മ, ശാസ്ത്രം തന്നെ പറയുന്നു. അപ്പോൾ സ്ത്രീകൾ ധർമ്മത്തെ ആചരിച്ച് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയാണ്. എവർക്കും അറിയാം, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്നൊക്കെ. അപ്പോൾ അമ്മയാണ് ആദ്യ ഗുരു, സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകൾ മൂലം ഒരുപാട് കാര്യങ്ങൾ ഈ സൊസൈറ്റിയിൽ, ഈ സമൂഹത്തിൽ ധർമ്മ ആചരണത്തിനായിക്കൊണ്ട് സ്ത്രീകൾ ശ്രമിക്കുന്നുണ്ട്, നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ പൊങ്കാലയിലേക്ക്, ആറ്റുകാൽ പൊങ്കാല നാം ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ കാര്യമാണ്, ഇന്നത്തെ തലമുറ ഒന്നും തോന്നരുത്, വിഷമം തോന്നരുത്. കാരണം പൊങ്കാല ഇടുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പൊങ്കാലയുടെ പർപ്പസ് എന്താണ്? ഒരു വർഷം നാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പൊങ്കാല ദിവസം എത്താനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ആറ്റുകാൽ പൊങ്കാല അങ്ങനെ വെയിറ്റ് ചെയ്ത് നാം ആ വർഷം പൊങ്കാല ഇടുവാനായിട്ട് പോകുന്നു. അത് സോഷ്യൽ മീഡിയ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് ഓർക്കുക. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു, പൊങ്കാല കലം വെച്ചു, ഒരു സെൽഫി എടുക്കുകയാണ്. വെള്ളമൊഴിക്കുന്നു, വെള്ളം തിളയ്ക്കുന്നു, ഒരു സെൽഫി എടുക്കുകയാണ്. അരിയിടുന്നു, സെൽഫി എടുക്കുകയാണ്. പൊങ്കാല തയ്യാറായി കഴിഞ്ഞു, സെൽഫി എടുക്കുകയാണ്. ഇവിടെ ഒന്ന് ഓർക്കുക, വ്രതശുദ്ധിയോടുകൂടി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയാണ് അർപ്പിക്കുന്നത്. അവിടെ ഇതെങ്ങനെ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് പോകുമെന്നുള്ളതാണ്. പക്ഷേ പൊങ്കാലയിടുന്നവരുടെ മനസ്സിൽ എന്തായാലും എനിക്ക് ഇന്ന ആഗ്രഹം സാഫല്യമാകണം എന്നുണ്ട്. പക്ഷേ അവിടെ ഭക്തിയുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം അറിയില്ല. ശ്രദ്ധയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അറിയില്ല. പക്ഷേ കാര്യം നടക്കണം. കാര്യം നടന്നില്ലെങ്കിൽ ആറ്റുകാലമ്മയെ കുറ്റം പറയും എന്നുള്ള ഒരു രീതിയാണ്. ആയതിനാൽ ഏവരും ചിന്തിക്കുക, വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തിപ്പോരുന്ന ആറ്റുകാൽ പൊങ്കാല ദിവസം ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒഴിവായി ഫോട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെ മാറ്റി. കാരണം ഇത് നിവേദ്യ വസ്തുവാണ്. താങ്കൾ ഇത്രയും വ്രതം ഇരുന്ന ശേഷം പൊങ്കാല അർപ്പിച്ച് പൊങ്കാല ഇടുകയാണ്. ഒരുപാട് സ്ത്രീകൾ അവരവരുടെ കഷ്ടപ്പാടെല്ലാം മാറുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടി പൊങ്കാല അർപ്പിക്കുമ്പോൾ അവിടെ സോഷ്യൽ മീഡിയയ്ക്കൊന്നും ഒരു സ്ഥാനവുമില്ല, സെൽഫിക്കൊന്നും ഒരു സ്ഥാനവുമില്ല. അപ്പോൾ അങ്ങനെ സെൽഫി എടുക്കാതിരിക്കുക എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇതേവരിലേക്കും എത്തിക്കുക. രണ്ടാമതായിട്ടുള്ളത്, നാം ഏവരും പൊങ്കാല ഒരുപാട് ഇടുകയാണ്. ഈ പൊങ്കാല വെക്കുന്നത് 11 കലം, 16 കലം, കുറേ പേർ 51 കലം, 108 കലമൊക്കെ ഉണ്ട്. എങ്ങനെ പൊങ്കാല വെച്ച ശേഷം ആ പൊങ്കാല പായസം ഇല്ലെങ്കിൽ തിരളി എന്താണോ നിവേദ്യം അർപ്പിച്ച ശേഷം, ഭഗവതിക്ക് നിവേദ്യം സമർപ്പിച്ച ശേഷം അത് അവിടെ തന്നെ വെച്ചിട്ട് പോവുകയാണ്. ഇല്ലെങ്കിൽ കുറേ പേർ മരത്തിൻ്റെ മൂട്ടിൽ ആ പായസം അവിടെ വെതറി അങ്ങോട്ട് ഇല്ലാതാക്കി കളയുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് ചിന്തിക്കുക. കാരണം അതൊരു നിവേദ്യമാണ്. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. കുറച്ച് പായസം ഉണ്ടാക്കിയാൽ മതി. ഭക്തി, ശ്രദ്ധ, പുരസരം എന്നുള്ളതാണ്. അത് ഭഗവതി തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നുള്ള വിഷയം. ഇതിൻ്റെ തുടർച്ച അടുത്ത ദിവസം നമുക്ക് നോക്കാം. നമസ്കാരം.